നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയൊക്കെ ദുരനുഭവങ്ങൾ നേരിട്ടെങ്കിൽ ഇടയ്ക്ക് എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? തിരുമേനിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അറിയിക്കാതിരുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഇതൊക്കെയല്ലേ ഒരു ഉപകാരങ്ങൾ. അന്ന് ആ സ്ത്രീ ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് ഇവിടെ വളരുന്നുണ്ടല്ലേ? പറയുന്ന കാര്യങ്ങൾ അച്ചട്ടാണെന്നാ കേട്ട് കേൾവി. ഇഷ്ടമില്ലാത്തത് കണ്ട അദ്ദേഹം ദേഷ്യപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട്. നേരാണോ? ദേഷ്യപ്പെടുകയൊന്നുമല്ല, ആളങ്ങ് പൊയ്ക്കളയുമെന്നാ കേട്ടിട്ടുള്ളത്. തിരുമേനിയാണെന്ന് തോന്നുന്നു. അയ്യോ, അമ്മ എന്തിനാ ഇറങ്ങി വന്ന? അവിടെ കിടന്നാ പോരായിരുന്നോ? അദ്ദേഹം പ്രശ്നം വെക്കുന്നത് എനിക്കൊന്ന് കാണാൻ കേൾക്കും വേണം മോള്. എന്നാ ഞാൻ ഇവിടെ ഒരു കസേരയിട്ട് വരാം. ഇവിടെ ഇരുന്നാ മതി. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. കയറി വന്നാട്ടെ. വരൂ. ദേ അമ്മദാ ഇവിടെ ഇരുന്നോ. ഇരുന്നാട്ടെ തിരുമേനി. വിളിച്ചപ്പോഴേ ഇങ്ങോട്ട് വരാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. വിളിച്ചത് ചെമ്പകമംഗലത്തുനിന്നല്ലേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്ക് പ്രശ്നങ്ങളാ തിരുമേനി ഇവിടെ. ഒരു ഗത്യന്തരവും ഇല്ലാഞ്ഞിട്ടാ ഒടുവില് തിരുമേനിയെ വിളിക്കേണ്ടി വന്നത്. മറ്റൊരു അഭയം ഇല്ലെന്ന് പറയുന്നതാവും ശരി. മനുഷ്യ ജീവിതമല്ലേ രാജലക്ഷ്മി അമ്മേ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അവയെ നേരിടാനുള്ള കരുത്താണ് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഈ കുട്ടി ജയറാമിന്റെ ഭാര്യയല്ലേ? അതെ തിരുമേനി. സുഖമില്ലെന്ന് തോന്നുന്നു. നല്ല സുഖമില്ല തിരുമേനി. മനസ്സിലായി. ചെമ്പകമംഗലത്തെ ഒടുവിലത്തെ പ്രശ്നം അതാണെന്നും എനിക്ക് തോന്നി. കുട്ടി അവിടെ ഇരുന്നുള്ളൂ, മടിക്കണ്ട, അവിടെ ഇരുന്നുള്ളൂ. കാര്യങ്ങൾ വിശദമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞോളൂ രാജലക്ഷ്മി അമ്മേ. കൈമളേട്ടൻ പറയോ അതോ? രാജലക്ഷ്മി പറഞ്ഞാ മതി.
ഇത്രയൊക്കെ ദുരനുഭവങ്ങൾ നേരിട്ടെങ്കിൽ ഇടയ്ക്ക് എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? തിരുമേനിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അറിയിക്കാതിരുന്നത്. ഹ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഇതൊക്കെയല്ലേ ഒരു ഉപകാരങ്ങൾ. എനിക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ സഹായിക്കാനാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. അതല്ലേ അതിന്റെ ശരി. അന്ന് ആ സ്ത്രീ ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് ഇവിടെ വളരുന്നുണ്ടല്ലേ? കുഞ്ഞ് ഞങ്ങളുടേതല്ലേ തിരുമേനി, അതിവിടെ വളരുന്നുണ്ട്. ദേ, ഈ നിൽക്കുന്ന എന്റെ മരുമകളായ മീനാക്ഷിയാ കുഞ്ഞിന്റെ അമ്മ. ഓ, ആ, മറ്റൊരു തമാശ കൂടിയുണ്ട്. കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയ അതിന്റെ അമ്മ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് തിരികെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കിടന്ന് കറങ്ങ്. ആ ദേ നിൽക്കുന്നു. സാവിത്രി, ആത്മരോഷം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ തിരുമേനി, മാപ്പാക്കണം. ഈ പെണ്ണ് നിൽക്കുന്നിടം നശിച്ചു പോകും, അതിന് യാതൊരു സംശയവും വേണ്ട. ആ കുഞ്ഞിന്റെ നാളെന്താണ്? രേവതി. ഓ, ആ, അതിന്റെ ജാതകം എഴുതിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. ജാതകം എഴുതിപ്പിച്ചിട്ടുണ്ട്. ആണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.